ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിക്കാമോ? വലിയൊരു ചോദ്യമാണ്. ലോകമനുഷ്യന് അത് കഴിയില്ലെന്ന പഠിപ്പ്. എന്നാൽ അതല്ല. ദൈവത്തോട് എന്ത് ചോദ്യങ്ങളും ചോദിക്കാം, ഏത് രീതിയിലും ചോദിക്കാം, എങ്ങനെയും ചോദിക്കാം. കാരണം അത് അവിശ്വാസവും നിരീശ്വരത്വം പുലർത്തുന്നതുമായിരിക്കരുത്. മറിച്ച് വിശ്വാസവും സ്നേഹത്തിൽ നിന്നുള്ളതും വിനയത്തോടെ ഉള്ളതുമായിരിക്കണം. എന്ന് പറഞ്ഞാൽ ദൈവത്തെ ദൈവമായി കണ്ടുകൊണ്ടായിരുന്നു ചോദിക്കേണ്ടത്. നമ്മൾ രാജാവിൻ്റെ അടുത്ത് ചെന്നാൽ എത്ര വലിയ അഹങ്കാരിയും മുട്ടുകുത്തിയല്ലേ നിൽക്കുകയുള്ളൂ. അപ്പോൾ അത് ആ ഒരു മൈൻഡ് സെറ്റാണ് നമുക്ക് ആവശ്യം. അതുപോലെ ഏത് ചോദ്യങ്ങളും ചോദിക്കാനായിട്ട് പറ്റും. അത് അബ്രാഹാം കർത്താവിനോട് ആദ്യം ചോദിച്ചിട്ടുള്ള ആളാണ്. അതായത് സോദോം ഗൊമോറയെ നശിപ്പിക്കുന്നതിന് മുമ്പായിട്ട് 50 നീതിമാന്മാർ, അതിൽ 10 പേരെങ്കിലും ഉണ്ടെങ്കിൽ, അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ പരസ്പരം വാദിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ദൈവം എന്ന് പറയുന്നാൽ ആ നമ്മളോട് ചേർന്ന് നിൽക്കുന്ന, ചോദ്യങ്ങൾ ചോദിച്ചു, സംശയം പ്രകടിപ്പിച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചു തലവെട്ടാനും കഴുത്ത് വെട്ടാനും വെടിവെക്കാനും വരുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. അതാണ് ഈ ദൈവമാണ് സത്യദൈവം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മോശനെ അയക്കുമ്പോൾ മോശ ചോദിച്ചു, ഞാൻ വിക്കനാണ്, ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ഇസ്ലാമിൻ്റെ അടുത്ത് ചെന്നാൽ നീ എന്തിനാ വന്നതെന്ന് ചോദിച്ചത് എന്താണ്? അതിനെല്ലാം കർത്താവോട് ഉത്തരം കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഗിദെയോനുണ്ട്. അപ്പോൾ അതിൻ്റെ ന്യായാധിപൻ 6:13 കൃത്യമായിട്ട് അതുണ്ട്. അതുപോലെ തന്നെ 36:40. അതുപോലെ ജോബിൻ്റെ പുസ്തകത്തിൽ എന്താ ഉള്ളത് അല്ലേ? ജോബ് കർത്താവിനോട് ശരിക്കും ബാധിച്ച ഒരാളാണ്. എന്നാലോ കർത്താവിൻ്റെ സ്നേഹത്തോട് ആർദ്രമായി ശിരസ് നമിച്ചു കിടന്ന ഒരാളുമാണ്. അപ്പോൾ അദ്ദേഹം തന്നെ ചോദിക്കണം, എന്തിനാണ് ദുഷ്ടന്മാർ ജീവിച്ചിരിക്കുന്നത്? അവർ വൃദ്ധരാകുകയും ശക്തിയിൽ വളരുകയും ചെയ്യുന്നത് എന്ത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ജോബിൻ്റെ 7:20, 21:7 കൃത്യമായിട്ടും അത് പറയുന്നുണ്ട്. അതുപോലെ യഹോവേ, ഞാൻ എത്ര കാലത്തോളം നിലവിളിക്കണം, നീ കേൾക്കുന്നില്ലല്ലോ? സാഹസ നിമിത്തം ഞാൻ എത്രത്തോളം നിന്നോട് അയ്യോ എന്ന് നിലവിളിക്കണം, നീ രക്ഷിക്കാത്തത് എന്ത്? അത് ഹബക്കുക്കിൻ്റെ 1-2-3 കൃത്യമായിട്ട് അത് എഴുതിയിട്ടുണ്ട്. അതുപോലെ ജെറേമിയയുടെ പുസ്തകത്തിലുണ്ട്. തൻ്റെ വിളിയിലും ദൗത്യത്തിലും സംശയം പ്രകടിപ്പിച്ചു. കാരണം അത്രയും സാധാരണക്കാരനെ ആൾക്കാരെയും കർത്താവ് വിളിക്കും എന്നുള്ളതാണ്. അയ്യോ കർത്താവായ ദൈവമേ, ഞാൻ സംസാരിക്കാൻ അറിയില്ലാത്ത ബാലനാണല്ലോ എന്നും പറഞ്ഞ് അദ്ദേഹം വേദനിക്കുന്നുണ്ട്. അതുപോലെ ജെറേമിയയുടെ 1:6, അതുപോലെ ദാവീദ്, അതുപോലെ സങ്കീർത്തനങ്ങൾ, അതുപോലെ പരിശുദ്ധ അമ്മ കന്യകയായിരിക്കെ ഞാൻ എങ്ങനെ ഗർഭം ധരിക്കും എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്നാ വെച്ചാൽ നമ്മുടെ ദൈവത്തെക്കുറിച്ച് നമ്മൾ ശരിക്കും അറിഞ്ഞിരിക്കണമെന്നുള്ളതാണ്. അപ്പോൾ എന്താ പറഞ്ഞു വരുന്നത്? നമ്മുടെ ദൈവത്തോട് എന്തും ചോദിക്കാം, എന്തും പറയാം എന്നുള്ളതാണ്. പക്ഷേ അതാദ്യം പറഞ്ഞതുപോലെ തന്നെ ഉള്ള വ്യവസ്ഥകളുണ്ട്. എന്ന് പറഞ്ഞാൽ എന്ത് വ്യവസ്ഥ? അഹങ്കാരത്തോടെ ചെന്ന് ചോദിക്കാനും നമുക്ക് പറ്റിയെന്ന് വരത്തില്ല. കാരണം 10,000 സൂര്യപ്രഭയെ വെല്ലുന്നവനാണ് അവൻ. അപ്പോൾ അവയെ സൃഷ്ടിച്ചവനാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ.